ആശാവർക്കർമാരോട് കേന്ദ്ര സർക്കാർ പുലർത്തുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആശാ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ കൊച്ചിയിൽ BSNL ഓഫീസിലേക്ക് പ്രകടനം നടത്തി. ആശാവർക്കർമാർക്ക് വേണ്ടി പാർലമെന്റിൽ ശബ്ദമുയർത്താൻ കേരളത്തിൽ നിന്നുള്ള MP-മാർ തയ്യാറാകണമെന്ന് മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടു. ആശാ വർക്കേഴ്സ് യൂണിയൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എറണാകുളം BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് MP പ്രഭാവതി ഉദ്ഘാടനം ചെയ്തു. ആശാപ്രവർത്തകരെ ഏറ്റവും കുറഞ്ഞത് തൊഴിലാളികളായി പരിഗണിക്കാനുള്ള മാന്യതയെങ്കിലും കേന്ദ്ര സർക്കാർ കാണിക്കണമെന്ന് പ്രഭാവതി ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ ആശമാരുടെ ഇൻസെന്റീവ് കുടിശ്ശിക അനുവദിക്കുക, ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക, വിരമിക്കൽ ആനുകൂല്യം നടപ്പാക്കുക, വിരമിക്കൽ പ്രായം 65 ആക്കുക, ESI PF അനുവദിക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. കേരളത്തിന് അനുവദിക്കേണ്ട പണം കുടിശ്ശിക വരുത്തിയതിലും ആശമാർക്കുള്ള ഇൻസെന്റീവ് 10 വർഷത്തിലേറെയായി വർദ്ധിപ്പിക്കാത്തതിലും സമരത്തിൽ പങ്കെടുത്തവർ പ്രതിഷേധിച്ചു. വിഷയം K. ശാന്തകുമാരി നിയമസഭയിൽ ഉന്നയിച്ചു. 5 വർഷത്തെ UDF-ന്റെ ഭരണത്തിൽ 700 രൂപയിൽ നിന്ന് 1000 രൂപയാക്കി ഓണററിയും 5000 ആക്കുമെന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ട ആശമാരെ വഞ്ചിക്കുകയാണ് യഥാർത്ഥത്തിൽ UDF ഗവൺമെന്റ് അന്ന് ചെയ്തത്. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 1000 രൂപയിൽ നിന്ന് 6000 ആക്കി ഉയർത്തി. കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി 2000 രൂപ ഫിക്സഡ് ഇൻസെന്റീവ് ആക്കി. പിന്നീട് ഇൻഷുർ പദ്ധതി നടപ്പിലാക്കി. ഇതെല്ലാം തന്നെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ന് സത്യത്തിൽ അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട നിലയിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും സമരരംഗത്ത് 15 വർഷത്തെ ആശാപ്രവർത്തകരുടെ വേതന ചരിത്രത്തിൽ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയാത്തവരാണ് ഇന്ന് ഈ മുതലക്കണ്ണീരുമായി. കേരളത്തിലെ ആശാവർക്കർമാർക്ക് ഫിക്സഡ് ഇൻസെന്റീവായി നൽകാനുള്ള 100 കോടി രൂപ കേന്ദ്രം ഇതുവരെ നൽകിയിട്ടില്ലെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.